ഇന്നത്തെ സ്പെഷ്യൽ നല്ലൊരു മീൻ കറിയും ഫിഷ് ഫ്രൈയുമാണ്. ഇതിന് നമുക്ക് വേണ്ടത് ദശ കട്ടിയുള്ള മീൻ ഒരു 1/2 കിലോ എടുക്കുക. നല്ലോണം കഴുകി വിനാഗിരിയും ഉപ്പും ചേർത്ത് വൃത്തിയാക്കി കഴുകിയെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി, വലിയ ഉള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും നമുക്ക് വേണം. അതിൻ്റെ കൂടെ വേണ്ട പൊടികൾ കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി കുറച്ച്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇനി വേണ്ടത് പുളിയാണ്. നമുക്ക് കുടംപുളിയോ വാളംപുളിയോ യൂസ് ചെയ്യാം. ഞാൻ ചേർത്തിരിക്കുന്നത് വാളംപുളിയാണ് കേട്ടോ. അത് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. പിന്നെ ആവശ്യത്തിന് നമുക്ക് വെള്ളം വേണം. ഇത്രയാണ് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി അവസാനമായിട്ട് നമുക്ക് ഉലുവയും അതുപോലെ തന്നെ കായവും ആവശ്യമുണ്ട്. നല്ല കൂട്ടുപെരുങ്കായം യൂസ് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ സ്റ്റവ് കത്തിച്ച് അതിലേക്ക് ഒരു പാൻ വെച്ച് നമുക്ക് അതിൻ്റെ ഗ്രേവിക്ക് വേണ്ട സാധനങ്ങൾ റെഡിയാക്കിയെടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് വെളിച്ചെണ്ണ വേണം. ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്ക് വെളിച്ചെണ്ണ വേണം. അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കുക. പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചുവന്നുള്ളി നല്ലതായിട്ട് നല്ല ടേസ്റ്റ് കിട്ടും, പച്ചമുളക്, ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കൂട്ടത്തിൽ പറയട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടമുള്ളവരായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ആൻഡ് നിങ്ങളുടെ വാല്യുബിൾ കമൻസും കൂടെ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾക്കൊരു എൻകറേജ്മെൻ്റ് ആണ്. ഇനി നമ്മൾ ഇട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഓക്കെ, നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. തീ ഒരുപാട് കൂട്ടിയിട്ടരുത്, കരിഞ്ഞു പോകും. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റുവാണെങ്കിൽ നമുക്കറിയാം സവാള പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി വഴറ്റിയെടുത്തിട്ട് ഉടനെ നമ്മൾ തക്കാളി ചേർക്കരുത്. നമ്മൾ പൊടികളെല്ലാം ചേർത്ത് അത് ആവശ്യത്തിന് മുപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമേ എപ്പോഴും കറിയിൽ തക്കാളി ചേർക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അതിനകത്ത് പൊടികളാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് കൂടുതൽ എടുത്തേക്കുന്നത്. എരിവുള്ള മുളക് പൊടി കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ അല്പം മല്ലിപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും വളരെ കുറച്ച് മതി കേട്ടോ. ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ചേർക്കാം. ഇപ്പോഴും ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ആദ്യം നമ്മൾ സവാള വഴറ്റുമ്പോൾ ചേർത്ത ഉപ്പ് മാത്രമേ ഉള്ളൂ. നമ്മൾ നോക്കിയിട്ട് വേണം, ഉപ്പ് ഒരുപാട് ആയി പോവാതെ ശ്രദ്ധിച്ച് വേണം ഓരോ പ്രാവശ്യവും ചേർത്തെടുക്കാൻ. ഇപ്പം നമ്മൾ ഇതിനകത്ത് പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഈ പൊടികളെല്ലാം ചേർത്ത് നല്ലോണം വഴറ്റണം. ഇതിൻ്റെ പച്ചമണം മാറണം. അതുപോലെ തന്നെ നല്ലോണം പൊടി മൂത്ത് വന്നാൽ, അല്ലെങ്കിൽ ഈ അരപ്പ് മൂത്ത് വന്നാൽ മാത്രമേ നമുക്ക് കറിക്കൊരു കളർ കിട്ടത്തുള്ളൂ. അപ്പോൾ കുറച്ചൊരു ഡാർക്ക് കളറാണ് എപ്പോഴും മീൻ കറിക്ക് നല്ലത് അല്ലേ. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് അതിനകത്തേക്ക് തക്കാളി ചേർത്ത് വഴറ്റാൻ പറ്റും. അപ്പം ഞാനിവിടെ ഒരു തക്കാളി എടുത്തേക്കുന്നത്. നിങ്ങളുടെ ആവശ്യം പോലെ പുളി വേണ്ടാന്നുള്ളവർ നല്ല പുളിയുള്ള തക്കാളിയാണെങ്കിൽ അത് കൂട്ടിയെടുത്താലും മതി. പക്ഷെ പുളിയും കൂടെ ചേരുന്നതായിരിക്കും മീനിലൊക്കെ പിടിക്കാനുള്ളത് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്കിവിടെ തക്കാളിയും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ എപ്പോഴും ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഫ്ലെയിം കൂട്ടിയും കുറച്ചും നമ്മൾ അടുത്ത് തന്നെ ഉണ്ടല്ലോ, കൂട്ടിയും കുറച്ചും വെച്ച് നമുക്കത് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ പുളി പിഴിഞ്ഞ വെള്ളം ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി ചിലർ പുളിയായിട്ട് തന്നെ ചേർത്തിട്ട് സെപ്പറേറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ നല്ലോണം ഉപ്പ് കൂട്ടി ഇടിച്ച പുളിയാണെങ്കിൽ വീട്ടിൽ തന്നെയൊക്കെ ഉണ്ടാക്കുന്നത് കിട്ടുവാണെങ്കിൽ അത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ പുളി പിഴിഞ്ഞ വെള്ളം ഇതിനകത്തോട് ചേർക്കണം. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ആ പുളിവെള്ളത്തിൽ കിടന്ന് ഇതെല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ മൂടി വെച്ച് ഇളം തീയിലൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മൂടി വെച്ചു. ഇനി ആ സമയം നമുക്ക് ഒരു മൺചട്ടി വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഉലുവ ഇട്ട് പൊട്ടിക്കുക. ഒരുപാട് ഉലുവ ഇടേണ്ട കയ്പ്പ് വരും. അപ്പം ഒരു 1/4 ടീസ്പൂണോളം മതി കേട്ടോ. ഉലുവ ഇട്ട് അത് നന്നായിട്ടൊന്ന് പൊട്ടി വരും. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടുക. അപ്പോൾ ദശ കട്ടിയുള്ള ഏത് മീനും നമുക്ക് ഉപയോഗിക്കാം. ഇത് സ്ക്വയർ പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വാങ്ങിയേക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഇളക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകത്തില്ല. മറ്റേതാകുമ്പോൾ നമുക്ക് ഒന്നൊന്നേ തൊടാതെ കിടന്ന് കിട്ടത്തില്ല. പിന്നെ തന്നെ നമുക്ക് ഇളക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകും. അപ്പോൾ ആ വെളിച്ചെണ്ണയ്ക്കകത്തും ആ ഉലുവയുടെ ഒരു ഫ്ലേവറും എല്ലാം കൂടെ അതിലോട്ട് മീനിലേക്ക് പിടിക്കും. ഈ സമയത്ത് ഒരു അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. പക്ഷേ നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം ഈ സമയത്ത് സ്റ്റൗ ഉണ്ടാവേണ്ടത് കേട്ടോ. ഫ്ലെയിം ഹൈ ഫ്ലെയിം ആയിരിക്കണം. നമ്മൾ എന്നിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. വളരെ ചെറുതായിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മൾ ആ മസാല റെഡിയാകുന്നുണ്ട് അപ്പുറത്ത്. അത് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ മീൻ നിങ്ങൾക്ക് കാണാം അത് എണ്ണയിൽ കിടന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകുന്ന പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഈ മസാല ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ആ പുളിവെള്ളത്തിൽ കിടന്ന് നല്ലോണം തക്കാളിയും ചെറിയുള്ളിയും വലിയ ഉള്ളിയും എല്ലാം പച്ചമുളകും കറിവേപ്പിലും എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം അത് നമുക്ക് നന്നായിട്ടൊന്ന്
മിക്സിയിൽ അരച്ചെടുക്കണം. ഇപ്പം മീൻ ചെറിയ തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തേക്ക് അരപ്പ് തണുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് അരച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ മീനിനകത്തേക്ക് കുറച്ച് ചുവന്നുള്ളി, പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കുക. അതും കൂടെ ചേർത്ത് ചെറുതായിട്ട് ഒന്ന് ചെറിയ തീയിൽ വെക്കുക. ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ചെറിയ തീയിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ നമ്മൾ മീനിൽ ചേർത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട അരപ്പിന് വേണ്ട സാധനങ്ങളാണ് ചേർക്കേണ്ടത്. അപ്പോൾ അതൊന്നും നമ്മുടെ ചെറിയ തീയിലിരിക്കട്ടെ. ഇപ്പം നമ്മളുടെ അരപ്പിന് വേണ്ടി റെഡിയാക്കി വെച്ചത് തണുത്ത് കഴിഞ്ഞു. അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ആ അരച്ചെടുത്ത അരപ്പ് ഈ മീനിലേക്ക് നമുക്ക് ചേർക്കാം. അതൊന്ന് ചെറുതായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഇതുപോലെ ആയിരിക്കും ആ സ്റ്റേജ്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച വെള്ളം മിക്സിക്കകത്ത് ഒഴിച്ച് നന്നായിട്ട് കഴുകി ബാക്കിയുള്ള അരപ്പും കൂടെ ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ചിലർ ഈ സമയത്ത് പുളിയും ഉപ്പും ചേർക്കാറുണ്ട്. ഇപ്പം അത്യാവശ്യം അതിന് പുളി ഉണ്ടാകും. എന്നാലും കറി തിളച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് കുറച്ചും കൂടെ പുളിയും ഉപ്പും ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. ചിലർക്ക് നല്ല പുളി വേണം. ശരിക്കും പറഞ്ഞാൽ ഈ കറി ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞ് ചട്ടി തന്നെ ഇരുന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസമായിരിക്കും ഇത് നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവും. അന്നേരം തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അല്പം പുളിയും ഉപ്പും കൂടെ കൂടുതൽ ചേർക്കുക. പിറ്റേ ദിവസത്തേക്കാണെന്ന് ഇരിക്കുവാണെങ്കിൽ നമ്മൾ ചാറ് കുറുകുമ്പം അല്ലെങ്കിൽ കറി പിടിച്ച് വരുന്ന സമയത്ത് കഷ്ണത്തിലൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം പുളിയും ഉപ്പും ചേർക്കാൻ, ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം. ഇനി നമ്മളതിന് കുറച്ച് മീൻ വറക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. വറക്കാൻ എപ്പോഴും വെളിച്ചെണ്ണയാണ് മീനിന് ഏറ്റവും ടേസ്റ്റ് തരുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും വെച്ച് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇതിൽ എടുത്ത് വെച്ച് നമ്മൾ വറുത്തെടുക്കുകയാണ്. ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. മുളകും മഞ്ഞളും ഉപ്പും. മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി. ഇത് മാത്രം വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് മീനിൽ നല്ലോണം പുരട്ടി വെച്ച് ഒരു 10 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഇതിനകത്ത് വറുത്തേക്കുന്നത്. വേറെ കുരുമുളകോ ഇഞ്ചി വെളുത്തുള്ളി ഒന്നുമില്ല. 3 ഇൻഗ്രീഡിയൻസ് മാത്രം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഉപ്പ്. പിന്നെ നമ്മൾ ഒരു 10 മിനിറ്റിന് ശേഷം നേരിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഇടയ്ക്ക് നമ്മുടെ മീൻ കറി ഒന്ന് എടുത്ത് നോക്കാം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പും പുളിയൊക്കെ നോക്കാം. ആവശ്യാനുസരണം ഉപ്പും പുളിയും എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. മീൻ കൂടുതലൊന്നും പറയട്ടെ. മീൻ വറക്കുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം മീൻ വറക്കാൻ. അപ്പം മീൻ നന്നായിട്ട് ഒരു സൈഡ് മുരിഞ്ഞു കഴിഞ്ഞാൽ മറിച്ചിട്ട് മറ്റേ സൈഡ് മുരിച്ചെടുക്കുക. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് അത് വീണ്ടും അതിനകത്ത് എണ്ണയിൽ കിടന്ന് വെന്ത് മുരിച്ചെടുക്കണം. അപ്പോഴായിരിക്കും ശരിക്കും അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഈ സമയത്ത് ഞാൻ മീൻ കറിക്കകത്തേക്ക് അല്പം പുളിയും ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. കൂടെ കുറച്ച് ഒരു തണ്ട് പച്ചക്കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചാറ് നല്ലോണം കുറുകി ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഗ്രേവി എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കുറുക്കിയെടുക്കാം കേട്ടോ. ഇതാ ഇപ്പോൾ ഒരു 1 സൈഡ് നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻ മറിച്ചിട്ടിട്ട് ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. മറ്റേ സൈഡ് രണ്ടാമത്തെ സൈഡും കൂടെ നമ്മൾ അതുപോലെ മുരിച്ചെടുക്കണം. ഈ സമയത്ത് വറക്കുന്ന മീൻ വേണമെങ്കിൽ ചിലർക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇത് ഞാനിപ്പോൾ സ്ക്വയർ പീസസ് ആയിട്ടാണ്, കറിയുടെ പോലെ തന്നെയാണ് കട്ട് ചെയ്തെടുത്ത് സ്ലൈസ് ചെയ്ത പീസസ് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നമുക്ക് തിരിച്ചിടാനൊക്കെ പറ്റും, ഒട്ടും പൊടിഞ്ഞു പോകാതെയും കിട്ടും. അപ്പോൾ ഈ സൈഡും കൂടെ നല്ലോണം മുരിച്ചെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഡീപ്പായിട്ടുള്ള ഫ്രൈ ഒന്നും ആവശ്യമില്ല, ഈ ഇതിൽ തന്നെ മതി. അപ്പോൾ ഒരേ സമയം നമുക്ക് മീൻ കറിയും മീൻ വറുത്തും റെഡി ആയിട്ട് കിട്ടും. അപ്പം മീൻ കറി ഇവിടെ നല്ലോണം ചാറ് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഞാൻ പറഞ്ഞ പോലെ കുട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഈ ചാറ് കുറുകി വന്നിരിക്കുന്ന ഇതിനകത്തേക്ക് അല്പം കായപ്പൊടി കൂടെ ചേർക്കുക. ഓക്കെ, അല്പം കായപ്പൊടിയും കൂടെ ചേർക്കുക. ചെറുതായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിത്തിരി സമയം തിളയ്ക്കാൻ വിട്ടതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പം തന്നെ നമുക്കത് മൂടി വയ്ക്കാം. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടി പറയുകയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് ഒന്ന് തരണം. ഓക്കെ, നിങ്ങളുടെ കമൻസും കൂടെ ഒന്ന് രേഖപ്പെടുത്തുക. ഇതാ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു, അപ്പം തന്നെ നമ്മൾ ആ കറി മൂടി വെച്ചു. ഇത് ചെറുതായിട്ട് മുരിഞ്ഞ് വരികയാണ്, നല്ല ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വേഗം തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മീൻ കറിയും മീൻ വറുത്തത്.